നിങ്ങൾ ഈ വർഷത്തെ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ ഇട്ട എഫേർട്ട് ദാറ്റ്സ് ഗുഡ് ഇനഫ്, യു ആർ ഗുഡ് ഇനഫ്. ആ വിശ്വാസത്തോടു കൂടി തന്നെ പരീക്ഷാ ഹാളിലേക്ക് പോവുക. ആ 2 മണിക്കൂറിൽ നിങ്ങൾ എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട് ഓരോ ക്വസ്റ്റിനെയും ഡീൽ ചെയ്യുന്നു, ഓരോ ക്വസ്റ്റിനെയും ക്രാക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾ പാസ്സാവുന്നു ഫെയിൽ ആവുന്നുള്ളത്. സോ മോക്കിലെ മാർക്കുകൾ, ക്ലാസ് റൂമിലെ പെർഫോമൻസ് ഒന്നും തന്നെ ഇപ്പോൾ വിഷയമാവുന്നില്ല. ഐ ഗേവ് മൈ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ വർക്ക് ഹാർഡ്, ഡു വെൽ. കാര്യം ലീഡേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലോജിക് ട്രെയിനിങ് സെഷൻസ്, റൗണ്ട് ടേബിൾ സെഷൻസ്, പ്രിലിംസ് ഡിസ്കഷൻസ് എല്ലാം നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ബി കാം ആൻഡ് കമ്പോസ്ഡ്. കാരണം കലുഷിതമല്ലാത്ത മനസ്സിന് മാത്രമേ ക്ലിയർ ആയിട്ടുള്ള ആൻസർ കിട്ടത്തുള്ളൂ. നിങ്ങളെല്ലാവരും സക്സസിന്റെ അരികെ തന്നെ ഉണ്ട്. അവസാന സമയങ്ങളിൽ കണ്ട നമ്മൾ മെന്റൽ കമ്പോഷർ, ഇതൊരു പരിധിക്കപ്പുറം ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ ഈ വന്ന മെന്റാലിറ്റി അത് കീപ്പ് ചെയ്യുക. ആത്മവിശ്വാസത്തോടെ പരീക്ഷ വിജയം നിങ്ങളുടേതായിരിക്കും. സോ ബി ഹാപ്പി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക, കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതുക, എല്ലാവരും പാസ്സാവും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത് ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് എക്കണോമിയും പൊളിറ്റി എൻവയോൺമെന്റും കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയില്ല, നിങ്ങൾ ഇന്ന കാര്യത്തിൽ മോശമാണ്, എനിക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട്, അത്തരത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അധികം ചിന്തിക്കാതിരിക്കുകയും എന്താണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, UPSC പ്രിലിംസിന് ചോദിക്കുന്ന ഏരിയാസ് വളരെ വാസ്റ്റാണ്. അപ്പം അതിൽ ഒരു ബുക്ക് വായിച്ചില്ല എന്നതുകൊണ്ട് ആ ബുക്കിൽ നിന്നേ UPSC ചോദിക്കൂ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഒന്നും നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിന്റെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എഫേർട്ടും റീഡിങ്ങും ആ ലോജിക് ട്രെയിനിങ്ങും ഒക്കെ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവുക. Stay blessed. All the best for your prelims. I wish you all the very best for your prelims. All the very best. Best wishes. All the very best. So all the best for your examination. So all the best for prelims. Wishing you all the best. I salute your fighting spirit. Wish you all the best. So wish you all the best. Let's kill it.